ജാർഖണ്ഡിലെ റാഞ്ചിയിൽ എയർ ആംബുലൻസ് തകർന്നു വീണ് രോഗിയും ഡോക്ടറും ഉൾപ്പെടെ 7 പേർ മരിച്ചു. ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കിടെ സമരിയ ഗ്രാമത്തിലാണ് വിമാനം തകർന്നു വീണത്. അപകട കാരണം മോശപ്പെട്ട കാലാവസ്ഥയാണെന്നാണ് സംശയം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. പറയും ബൽറാം, വിമാനാപകടത്തിൻ്റെ വിശേഷങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. അതീവ ദാരുണമായ ഒരു അപകടമാണ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നിന്നും പുറപ്പെട്ട എയർ ആംബുലൻസിന് ഇന്നലെ രാത്രിയോടെ സംഭവിച്ചിരിക്കുന്നത്. വൈകിട്ട് 7:11 റാഞ്ചിയിലെ ബിർസ മുണ്ട വിമാനത്താവളത്തിൽ നിന്നും ഈ എയർ ആംബുലൻസ് പുറപ്പെടുന്നത്. ഈ ജാർഖണ്ഡിൽ നിന്നുള്ള സഞ്ജയ് കുമാർ എന്ന ഗുരുതരമായി പൊള്ളലേറ്റ ഒരു രോഗിക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിനായി ഡൽഹിയിലേക്ക് കൊണ്ടുവരാൻ പുറപ്പെട്ടതായിരുന്നു ഈ വിമാനം. രോഗിയെ കൂടാതെ ഡോക്ടറും ഒരു മെഡിക്കൽ സഹായിയും കൂടാതെ വിമാനത്തിലെ 2 അറ്റൻഡന്റുമാരും 2 പൈലറ്റുമാരും അടക്കം 7 പേർ സഞ്ചരിച്ച ഈ വിമാനത്തിന് പുറപ്പെട്ട 35 മിനിറ്റുകൾക്ക് ശേഷം കൊൽക്കത്ത ATSുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയായിരുന്നു. തുടർന്ന് ഉടൻ തന്നെ DGCA ഈ വിഷയത്തിൽ AIBയോട് അന്വേഷണം ആവശ്യപ്പെട്ടു. ഈ അന്വേഷണത്തിനിടെയാണ് സമരിയ ഗ്രാമത്തിൽ ഈ വിമാനം തകർന്നു വീണതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നത്. ഉടൻ തന്നെ അന്വേഷണ സംഘം ഇവിടേക്ക് പുറപ്പെടുകയായിരുന്നു. കൂടാതെ ജില്ലാ അധികൃതരുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനവും ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ സഞ്ജയ് കുമാറിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തുടർന്ന് മറ്റുള്ളവരുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഈ വിമാനത്തിലുണ്ടായിരുന്ന 7 പേരും മരിച്ചതായി ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ സംഭവത്തിൽ അതീവ ഗൗരവത്തോടു കൂടിയാണ് DGCA കാണുന്നത്. കാരണം രാജ്യത്ത് തുടർച്ചയായി ഇത്തരത്തിൽ ചെറുവിമാനങ്ങൾ പ്രത്യേകിച്ചും അപകടത്തിൽപ്പെടുന്ന സാഹചര്യമാണ് ഗൗരവത്തോടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ, ഒപ്പം തന്നെ ഈ വിമാനത്തിൻ്റെ യന്ത്ര തകരാറ് എന്നിവ ഈ അപകടത്തിന് ഇടയാക്കി എന്നാണ് പ്രാഥമികമായ നിഗമനം. എന്നാൽ യഥാർത്ഥ കാരണം ബ്ലാക്ക് ബോക്സിൻ്റേതടക്കമുള്ള പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.